ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ, നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തി ഇനി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. ഇതൊരു സജസ്റ്റഡ് വീഡിയോയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റായി തുടങ്ങുന്നതായിരിക്കും. ഈ റീഡിങ്ങിൽ വരുന്ന സിറ്റുവേഷൻസ്, ക്ലൂസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ വിട്ടേക്കുക, ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാതിരിക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അവർ നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അവർ നിങ്ങളിലേക്ക് തിരികെ വരുമോ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അവർ നിങ്ങളിലേക്ക് തിരികെ വരുമോ. യെസ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിളാണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന ഒരു കാർഡ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അവർ നിങ്ങളിലേക്ക് തിരികെ വരുമോ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അവർ നിങ്ങളിലേക്ക് തിരികെ വരുമോ. നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളിലേക്ക് തിരികെ വരുമോ. റിവേഴ്സാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ എത്തുമോ, അവർ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ, ഇപ്പോൾ അവരുടെ ഒരു ഫീലിങ്സ് എന്താണ്, അവരെന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഈ ഒരു സമയത്ത് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടോ, എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അവർ ആലോചിക്കുന്നുണ്ടോ. ഒരു കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നമുക്ക് 8 ഓഫ് വാൻഡ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ, അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് തീർച്ചയായിട്ടും നിങ്ങളൊരു സെപ്പറേഷനിലാണ് എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പക്ഷേ ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ പോലും ഈ വ്യക്തിക്ക് നിങ്ങളുടെ ആ ഒരു ആബ്സെൻസ് ഒട്ടും തന്നെ ഫീൽ ചെയ്യുന്നില്ല. നിങ്ങളെപ്പോഴും അവരോടൊപ്പം ഉള്ളതുപോലെയാണ് ആ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് തീർച്ചയായിട്ടും അവർ നിങ്ങളെ അത്യധികമായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്നുള്ള ഒരു കാര്യം നിങ്ങൾ ഈ ഒരു സമയത്ത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള ഒരു ഫാമിലി ലൈഫ്, ഒരു ഹാപ്പി ഫാമിലി ലൈഫ് ലീഡ് ചെയ്യാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ മനസ്സിൽ ഒരു സെപ്പറേഷൻ ടൈമിൽ അത്രയും ഒരു ഫ്ലോയിങ് ആയിട്ടുള്ള ഒരു ലവ് എനർജിയാണ് നിങ്ങളിലേക്ക് വരുന്നത്. അത്രയും ഡീപ്പായിട്ട് ഈ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങൾക്കായുള്ളൊരു സ്നേഹം അല്ലെങ്കിൽ പ്രണയം ഉണ്ട് എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസിഷനോടുകൂടി ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ അരികിൽ വന്നു ചേരും എന്നുള്ള എനർജിയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഒരു റൈറ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ റൈറ്റ് ആയിട്ടുള്ള ഒരു സമയത്തിന് വേണ്ടിയിട്ട് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, സഡനായിട്ട് ഒരു ആക്ഷൻ എടുക്കുന്ന ഒരു വ്യക്തിയല്ല ഈ പേഴ്സൺ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സഡനായിട്ട് പെട്ടെന്ന് ഹറിബറിയായിട്ടൊരു തീരുമാനം എടുക്കുന്ന ഒരാളല്ല ഈ പേഴ്സൺ. എങ്കിലും നമുക്ക്
അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വ്യക്തി വെയിറ്റ് ചെയ്യുന്നത് എന്നാണ് കാണുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ആക്ഷൻ എടുക്കാൻ ഇപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കിവിടെ ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന 3 കാർഡുകളും എല്ലാ കാർഡുകളും തന്നെ പോസിറ്റീവ് കാർഡുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. തീർച്ചയായും നിങ്ങൾക്കിടയിൽ ഒരുപാട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ളതായിട്ട് നമുക്ക് തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട്. ഒരുപാട് പേര് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എതിർക്കുന്നത് ആയിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ അത് നിങ്ങൾക്ക് ജീവിത സാഹചര്യങ്ങളായിരിക്കാം നിങ്ങളൊരു തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നത്. ചിലപ്പോൾ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആകാം, അല്ലെങ്കിൽ കരിയർ പ്രോബ്ലംസ് ആകാം. ജീവിതത്തിൻ്റെ ഒരു സ്റ്റെബിലിറ്റി തന്നെ ഇല്ലാതാക്കുന്ന പ്രശ്നങ്ങൾ ഉള്ള വ്യക്തികൾ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നു. അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങളുമായിട്ടുള്ള ഒരു സെപ്പറേഷൻ അവർ കീപ്പ് ചെയ്ത് പോകേണ്ടതായിട്ടുള്ള വ്യക്തികളും ഇതിൽ ഉള്ളതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. പക്ഷേ ആ ഒരു സാഹചര്യങ്ങളെല്ലാം ഓപ്പോസ് ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ഈ വ്യക്തി തീർച്ചയായിട്ടും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കറണ്ട് എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് 2 പേർക്കും എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇല്ലാത്തതുപോലെ, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ യാതൊരുവിധ എക്സ്പെക്റ്റേഷനും ഇല്ല. ഇനി നിങ്ങൾ തിരിച്ചു വരുമോ, അല്ലെങ്കിൽ ഈ റിലേഷൻ തുടരുമോ, നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഒന്നും നടക്കില്ല എന്നൊരു ഫീൽ ചെയ്യുകയാണ്. തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരില്ല എന്ന്, മേ ബി അത് നിങ്ങളുടെ എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ എനർജി ആയിരിക്കാം. അവർ ഒരിക്കലും ഇനി എൻ്റെ ലൈഫിൽ തിരികെ വരില്ല, ഇനിയും ഞാൻ പ്രതീക്ഷിക്കണമോ, ഇനിയും ഞാൻ ഈ വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കണമോ എന്നൊക്കെയുള്ള ചിന്തകളുണ്ടാകാം. പക്ഷേ എങ്കിലും ആ ഒരു നിമിഷത്തിലായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിന് മാറ്റങ്ങൾ സംഭവിക്കാനായിട്ട് പോകുന്നത് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. കാരണം അത്രയും ഒരു ഇൻറ്റൻസ് ആയിട്ട്, അത്രയും ഒരു ഡീപ്പായിട്ട് തന്നെ ഈ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലവ് എനർജി ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിൽ കൂടുതൽ നമുക്ക് വ്യക്തമാക്കി തരാനായിട്ടുള്ള ഒന്നുമില്ല. കാരണം നമുക്ക് എല്ലാ കാർഡുകളും തന്നെ പോസിറ്റീവായിട്ടുള്ള കാർഡുകൾ തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. വളരെ ആഴത്തിലുള്ള ഒരു പ്രണയമാണ് നിങ്ങളോട് അവർക്കുള്ളത്. ലോകത്തിലെ തന്നെ, അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിൽ തന്നെ നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്ന യാതൊരു പവറും ഈ ഒരു റിലേഷൻഷിപ്പിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് യാതൊരു പവറും ഇന്ന് നിലവിലില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന ഒരു എനർജി എന്ന്. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ലോകത്തിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിൽ നിങ്ങളെ തമ്മിൽ പിരിക്കാനായിട്ട് ശക്തിയുള്ള ഒരു പവറുമില്ല, ഒരു വ്യക്തിയുമില്ല, ഒരു സാഹചര്യവുമില്ല എന്നുള്ള ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്കും ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്, അത്രയ്ക്കും കണക്ഷനുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടിങ് ഉള്ള ഒരു വ്യക്തികളാണ് നിങ്ങൾ. മേ ബി യൂണിവേഴ്സായിട്ട് തന്നെ ഒന്നിപ്പിച്ച് ചേർത്തിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ ഒരു സെപ്പറേഷനൊന്നും ഒരിക്കലും നിങ്ങളെ തമ്മിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സോളുകളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരിക്കലും അവർക്ക് കഴിയില്ല എന്നുള്ളതാണ്. ഈ സെപ്പറേഷനൊന്നും നിങ്ങൾക്ക് ഒരിക്കലും ഒരു പ്രശ്നമായിട്ട് വരികയില്ല. അതുപോലെ ഈ സെപ്പറേഷനൊന്നും ഒരിക്കലും നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആഴത്തെ അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റിയെ ഒട്ടും കുറയ്ക്കില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ട് വളരെ വലിയ തരത്തിലുള്ള, വലിയ ആഴത്തിലുള്ള, വളരെ ഡീപ്പായിട്ടുള്ള ഒരു സ്നേഹമുണ്ട് എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലും അവർ ഓൾവേസ് ആ ഒരു ഡീപ്പായിട്ടുള്ള സ്നേഹം കാത്തു സൂക്ഷിക്കുന്നു, അവരുടെ ഉള്ളിൽ കാത്തു സൂക്ഷിക്കുന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് എല്ലാ പോസിറ്റീവായിട്ടുള്ള കാർഡുകളാണ് ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലൊരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ വരെ പോസിബിൾ ആകുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. മേ ബി നിങ്ങൾ ഡ്രീംസിൽ ഈ വ്യക്തിയെ കാണുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ കാണുന്നുണ്ടാവാം. അതെല്ലാം ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഡെപ്തിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു എനർജി കൂടുതലും നിങ്ങളുടെ എനർജി ആയിട്ട് എനിക്കിവിടെ വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ നമുക്ക് കിട്ടുന്ന എനർജികളൊക്കെ നിങ്ങളിപ്പോൾ ഈ ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. അതായത് എന്താണ് ഞാൻ ഇനി പ്രതീക്ഷിക്കേണ്ടത്, എന്താണ് ഈ വ്യക്തിയിൽ നിന്ന് ഇനി എനിക്ക് എന്തെങ്കിലും ഒരു ജസ്റ്റിസ് ലഭിക്കുമോ, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇനിയും ഞാൻ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ചിന്തകളിലൂടെ ഇരിക്കുന്ന ഒരു വ്യക്തികളാണ് കൂടുതലും ഈ റീഡിങ് കേൾക്കുന്നത് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക, ഈ വ്യക്തിയുടെ
ഉള്ളിൽ നിങ്ങൾക്കായിട്ടുള്ള ഒരു സ്നേഹമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത്രയും ആഴമേറിയ ഒരു സ്നേഹം, ആത്മാർത്ഥമായ പ്രണയം ഈ വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ വ്യക്തി ഈ ഒരു നിമിഷത്തിൽ പോലും നിങ്ങളുമായിട്ടുള്ള ഒരു സ്നേഹത്തിന് വേണ്ടി, ഒരു പ്രണയത്തിന് വേണ്ടി എന്ത് കാര്യങ്ങൾ വരെ ഇൻവെസ്റ്റ് ചെയ്യാനും എന്ത് കാര്യങ്ങൾ വരെ സാക്രിഫൈസ് ചെയ്യാനും തയ്യാറായിട്ട് ഇരിക്കുകയാണ്. അവരുടെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച്, എല്ലാ ഓപ്പോസിഷനെയും, എല്ലാ തടസ്സങ്ങളെയും, എല്ലാ സ്ട്രഗിൾസിനെയും ഒക്കെ മറന്ന് മാറ്റി വെച്ചുകൊണ്ട് നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ്. അതായത് ലൈഫ് ലോങ് നിങ്ങളോട് ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് പോകാൻ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാകാം. ഈ വ്യക്തി നിങ്ങളെ പ്രപ്പോസ് ചെയ്ത്, അതായത് സ്റ്റാർട്ടിങ് ടൈമിൽ അവരെങ്ങനെയാണ് നിങ്ങളിലേക്ക് വന്നത് അതേ രീതിയിൽ, അതേപോലെ തന്നെ നിങ്ങളിലേക്ക് വീണ്ടും വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള തടസ്സങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് എൻഡ് ആകുന്നു. നിങ്ങൾക്കൊരു ജസ്റ്റിസ് അല്ലെങ്കിൽ ഒരു സ്ട്രെങ്ത് വരാനായിട്ട് പോകുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു സ്ട്രെങ്ത് വരാനായിട്ട് പോകുന്നു എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അങ്ങനെ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണമെന്ന് ഈ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ അവരെ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജ് യൂണിവേഴ്സിറ്റി ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് വീണ്ടും കിട്ടുന്ന കാർഡുകളെല്ലാം പോസിറ്റീവായിട്ടുള്ള കാർഡുകൾ തന്നെയാണ്. നൈറ്റ് ഓഫ് വൺസ്, കിങ് ഓഫ് പെൻറ്റിക്കിൾസ് എല്ലാം തന്നെ പോസിറ്റീവ് കാർഡുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സമയത്ത് നിങ്ങൾ കൂടുതലായിട്ടും നല്ല പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറയാനായിട്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങളുടെ ഡയറിയിലോ മറ്റും എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എഴുതി വെക്കുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നാണ്. അതുകൊണ്ട് അങ്ങനെ എഴുതി വെക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. നല്ല നല്ല അഫർമേഷൻസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഇപ്പോൾ ഈ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ഈ വ്യക്തി ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ ലൈഫിലേക്ക് തിരികെ വന്നതിന് നന്ദി എന്നുള്ളത് നിങ്ങളിങ്ങനെ ആവർത്തിച്ച് പറയുക. അങ്ങനെയുള്ള അഫർമേഷൻസ്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആ ഒരു രീതിയിലുള്ള അഫർമേഷൻസ് എഴുതി വെക്കാനും, ഈ കാര്യങ്ങൾ ആവർത്തിച്ച് നിങ്ങൾക്ക് വല്ലാതെ ഡീപ്പായിട്ട്, അതായത് ഏകാന്തത അനുഭവപ്പെടുകയും വിഷമിക്കുകയും നിങ്ങൾ ആ വ്യക്തി ഓർത്ത് ടെൻഷൻ അടിക്കുകയൊക്കെ തോന്നുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിനെ ശാന്തമാക്കിയിട്ട് ഈ ഒരു അഫർമേഷൻസ് പറയാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ തന്നെ എത്തുമെന്ന്, അങ്ങനെ എത്തിക്കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക. അപ്പോൾ ഉടനെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് അങ്ങനെ ഒരു പോസിറ്റീവ് എനർജി വരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയാനുള്ള ഒരു മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ എന്താണ് നമുക്ക് നോക്കാം. മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. യെസ്, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊരു മെസ്സേജാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് മെസ്സേജ് കിട്ടിയിരിക്കുന്നത്, You are my heart, my soul, my treasure, my today, my tomorrow, my forever and my everything എന്നുള്ള ഒരു മെസ്സേജാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. യെസ്, നിങ്ങളാണ് അവരുടെ ഹൃദയം, അവരുടെ ആത്മാവ്, അവരുടെ നിധി, ഇന്നും നാളെയും എല്ലാം എപ്പോഴും എല്ലാം നിങ്ങൾ തന്നെ ആയിരിക്കും എന്ന് അവർ പറയുകയാണ്. ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയുകയാണ്. അടുത്ത മെസ്സേജ്, ഐ ആം വെരി ലക്കി ടു ഹാവ് യു ഇൻ മൈ ലൈഫ്. യെസ്, നിങ്ങളെ കിട്ടിയതിൽ അവർ വളരെ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതിയാണ് എന്ന് പറയുകയാണ്. ഐ ആം കൗണ്ടിങ് ദ അവേഴ്സ് ആൻഡ് ഡേയ്സ് അണ്ടിൽ ഐ ക്യാൻ മീറ്റ് യു അഗെയിൻ. ലവ് യു. യെസ്, നിങ്ങളെ ഇനി കാണാൻ പോകുന്ന അപ്പോൾ അവർ നിങ്ങളിൽ എത്താനായിട്ട്, നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡേറ്റ് അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡേറ്റിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള ദിവസങ്ങളും മണിക്കൂറുകളും അവരെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഐ ഗെറ്റ് മാഡ് ഓൺ യു ബട്ട് ബിലീവ് മീ ഐ റിയലി ലവ് യു ആൻഡ് ഡോണ്ട് വാണ്ട് ടു ലൂസ് യു. യെസ്,
എനിക്ക് നിങ്ങളോട് വല്ലാത്ത ഒരു ഭ്രാന്തമായ സ്നേഹം തോന്നുന്നു. എന്നെ വിശ്വസിക്കൂ. ഐ റിയലി ലവ് യു. ഞാൻ ശരിക്കും നിന്നെ സ്നേഹിക്കുന്നു. ഐ ഡോണ്ട് വാണ്ട് ടു ലൂസ് യു. ഒരിക്കലും നിന്നെ നഷ്ടപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ആ വ്യക്തി പറയുകയാണ്. എവറി മൂമെൻറ്റ് സ്പെൻഡ് വിത്ത് യു ഈസ് പ്രീഷ്യസ്. നിങ്ങളോടൊപ്പം ചെലവഴിച്ച ഓരോ നിമിഷവും അവർക്ക് വളരെ വിലപ്പെട്ടതാണ് എന്ന് ഈ നിമിഷം അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഐ വിൽ കോൾ യു സൂൺ. യെസ്, നിങ്ങൾക്ക് ഉടനെ തന്നെ നിങ്ങളെ വിളിക്കുന്നതാണ് അവർ. അപ്പം നമുക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇതാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഐ നെവർ ടോൾഡ് അബൌട്ട് മൈ പ്രോബ്ലംസ്. യെസ്, അവർക്ക് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഓൾറെഡി റീഡിങ്ങിൽ കണ്ടു കഴിഞ്ഞു, അവർക്ക് പല വിധത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ട്. അതൊന്നും ഒരിക്കലും ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല എന്നാണ് ഈ പേഴ്സൺ ഈ ഒരു സമയത്ത് പറയുന്നത്. ദ ഡേ ഐ മെറ്റ് യു മൈ ലൈഫ് ചേഞ്ച്. യെസ്, നിങ്ങളെന്നാണോ അവർ കണ്ടുമുട്ടിയത് ആ ഒരു ദിവസം മുതൽ അവരുടെ ലൈഫിൽ മാറ്റങ്ങളാണ്. മൊത്തത്തിൽ അവർക്ക് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഗീവ് മീ അനദർ ചാൻസ്. യെസ്, അവർ നിങ്ങളോട് ഇനിയൊരു ചാൻസ് കൂടി ചോദിക്കുകയാണ്. എനിക്കൊരു ചാൻസ് കൂടി തന്നാലും, ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരാനായിട്ട് ഒരു ചാൻസ് കൂടി എനിക്ക് തന്നാലും എന്ന് അവർ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് ക്ലൂസ് ഒന്നെടുത്ത് നോക്കാം. റിലേറ്റഡ് ക്ലൂസ്, ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് വരുന്ന കുറച്ച് ക്ലൂസ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. യെസ്, ഓക്കെ. ഫസ്റ്റ് ക്ലൂ എന്ന് കിട്ടിയിരിക്കുന്നത് ഷോർട്ട് ടെമ്പേർഡ് എന്നാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു വ്യക്തികളായിരിക്കാം. ലെറ്റർ ആറാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഡ്രൈവർ എന്ന് പറയുന്ന ക്ലൂ, വീണ്ടും നമുക്ക് ഡ്രൈവർ എന്ന് പറയുന്ന ക്ലൂ കിട്ടുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് ഡ്രൈവർ എന്ന് പറയുന്ന ഒരു ക്ലൂ കിട്ടുന്നുണ്ട്. പർപ്പിൾ കളർ, അങ്ങനെ റെയറായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ്. പർപ്പിൾ കളർ ഇഷ്ടമുള്ള ആളുകളായിരിക്കാം. അതുപോലെ യെല്ലോ കളർ ഇഷ്ടമുള്ള ആളുകളായിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ. 26 എന്ന് പറയുന്ന ഒരു നമ്പർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. 7 days എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 7 ഐ വിൽ കോൾ യു എന്ന് നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി പറഞ്ഞിരിക്കണം. അപ്പോൾ 7 daysനുള്ളിൽ അവരെ നിങ്ങളെ കോൾ ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. 1986 എന്ന് പറയുന്ന ഒരു വർഷം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ലെറ്റർ ബി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 2023 എന്ന് പറയുന്ന ഒരു വർഷം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ 2023-ലായിരിക്കാം നിങ്ങൾ ബ്രേക്കപ്പിലേക്ക് പോയിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ളത്. എന്ത് തന്നെയാണേലും ആ ഒരു വർഷം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 1984 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. 40 എന്ന് പറയുന്ന ഒരു നമ്പർ കിട്ടിയിട്ടുണ്ട്. നെയിൽ പോളിഷ് ഇടാൻ ഇഷ്ടമുള്ളവരോ നെയിൽ പോളിഷിൻ്റെ ക്രേസ് ഉള്ളവരോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും നിങ്ങളുടെ പേഴ്സൺ. 46 എന്ന് പറയുന്ന ഒരു നമ്പർ കിട്ടിയിട്ടുണ്ട്. 55 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. 777 എന്ന് പറയുന്നൊരു ഏഞ്ചൽ നമ്പർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 53 എന്ന് പറയുന്നൊരു നമ്പർ കിട്ടിയിട്ടുണ്ട്. വൈറ്റ് കളർ ഇഷ്ടമുള്ളവരായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. 7 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. 44 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. 48 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. ടെക്ക് പരമായ ജോലി ചെയ്യുന്നവരോ, അല്ലെങ്കിൽ ടെക്ക് വീഡിയോസ് ചെയ്യുന്നവരോ, അല്ലെങ്കിൽ ടെക്ക് ഭയങ്കര ഇഷ്ടമുള്ളവരോ, അത് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നവരോ ഒക്കെ ആയിരിക്കാം. വൈറ്റ് ബട്ടർഫ്ലൈസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. വൈറ്റ് ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ളൊരു സൈനാണ്. ഇത് വൈറ്റ് ബട്ടർഫ്ലൈസ് നിങ്ങൾ എപ്പോഴും തന്നെ കാണുന്നുണ്ടാകാം. ഇല്ലെങ്കിൽ രണ്ട് ബട്ടർഫ്ലൈസ് ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടാകാം. വൈറ്റ് കളറിൽ 2 ബട്ടർഫ്ലൈസ് എപ്പോഴും പറക്കുന്നതായിട്ടോ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുന്നുണ്ടാകാം. അപ്പോൾ അത് നിങ്ങളുടെ പേഴ്സൺ തിരികെ വരുന്നു എന്നതിൻ്റെ ഒരു സൈനായിട്ട്, പോസിറ്റീവ് സൈനായിട്ട് നമുക്ക് കാണാം. ഒക്ടോബർ മന്ത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഫുട്ബോൾ കളി കാണാൻ ഇഷ്ടമുള്ളവരോ, ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമുള്ളവരോ, ഫുട്ബോൾ കളിക്കുന്ന ആളുകളോ ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. വി എന്ന് പറയുന്ന ഒരു ലെറ്റർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓഗസ്റ്റ് മന്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 42 എന്ന് പറയുന്ന വർഷം കിട്ടിയിട്ടുണ്ട്. 33 എന്ന് പറയുന്ന ഒരു നമ്പർ കിട്ടിയിട്ടുണ്ട്. 1979 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. 1996 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. 1 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. 1994 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. 36 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. 1976 ഒരു വർഷം കിട്ടിയിട്ടുണ്ട്. 45 എന്ന് പറയുന്നൊരു വർഷം നമ്പർ കിട്ടിയിട്ടുണ്ട്. 31 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ലെറ്റർ ജി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 1983 എന്ന് പറയുന്നൊരു വർഷവും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്ലൂസ്. അപ്പോൾ ഈ ക്ലൂസ് നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക.
അപ്പോൾ അതുപോലെ തന്നെ റീഡിങ്ങും നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ റീഡിങ് ആരെങ്കിലും ഒക്കെ ആയിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി നിങ്ങൾ അറിയിക്കുക, കമൻറ്റ്സ് അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു റീഡിങ് ചെയ്യണം, ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ഇപ്പോൾ നിങ്ങൾക്ക് റീഡ് ചെയ്യണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്സും നിങ്ങൾ ദയവായിട്ട് കമൻറ്റ് വഴി അറിയിക്കുക. അപ്പോൾ നമ്മൾ സമയം കിട്ടുന്നതനുസരിച്ചിട്ട് ആ ഒരു ടോപ്പിക്സിനെ കുറിച്ച് റീഡിങ്ങുകൾ ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഈ ഒരു റീഡിങ് ആർക്കെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.